മിലാനിലെ മജന്ത എന്ന പട്ടണത്തിൽ ഒരു ഭക്ത കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച 13 മക്കളിൽ 10ാമത്തെ മകളായിരുന്നു വിശുദ്ധ ജാന്ന ബെറേത്ത. ജീവിതത്തെ ദൈവത്തിൻ്റെ മനോഹരമായ സമ്മാനമായി കണ്ടുവളർന്ന അവർ പ്രാർത്ഥനയിലും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവളുടെ സാന്നിധ്യം വളരെ സജീവമാക്കിയിരുന്നു. ഒരു ശിശുരോഗ വിദഗ്ധയായ ജാന്ന പ്രായമായവരിലേക്കും കുട്ടികളിലേക്കും ഇറങ്ങിച്ചെന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു. അതിനിടയിൽ വിവാഹം ചെയ്ത് 3 കുട്ടികളുടെ മാതാവായി. മാതൃത്വത്തെ ഒരു കൃപയായി കണ്ട അവർ 4ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭാശയ ട്യൂമറുണ്ടെന്ന് കണ്ടെത്തുകയും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടേഴ്സ് പല വഴികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്വന്തം ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും ഗർഭപാത്രം ഒരു കൊലക്കളമാക്കാൻ ജാന്ന തയ്യാറായില്ല. കുഞ്ഞിൻ്റെ ജീവനെ സുരക്ഷിതമാക്കാൻ എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രാർത്ഥനയിലൂടെ അതിജീവിച്ചു. ഒടുവിൽ ഇമ്മാനുവേല എന്ന ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ ഒരാഴ്ചത്തെ അതിജീവനത്തിന് ശേഷം തൻ്റെ 39ാം വയസ്സിൽ നിത്യതയിലേക്ക് മടങ്ങി. വിശുദ്ധ ജോൺ പോൾ II ജാന്ന ബെറേത്തയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അമ്മമാരുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും മധ്യസ്ഥയായ വിശുദ്ധയുടെ വിശുദ്ധ പ്രഖ്യാപനത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിരുന്നു ആ ചടങ്ങിൽ സ്വന്തം മക്കളും ഭർത്താവും പങ്കെടുത്ത ആ ഒരു അത്ഭുത കാഴ്ച. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.